ചെറിയ വീഡിയോയാണ്. സമ്പത്ത് കാലത്ത് കാപത്ത് നട്ട ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. അതെ, ഞങ്ങളുടെ വീട്ടിലെ നാടൻ കോഴികളുടെ മുട്ടയാണ്. ഈ കിണറിൻ്റെ ഇടയ്ക്ക് വന്ന് ഞാൻ നേരത്തെ അങ്ങനത്തെ ഒരു വീഡിയോ കാണിച്ചതാണ്. ഇടയ്ക്ക് വന്നിട്ടാണ് ആ ഗ്യാപ്പിൽ കയറി ഇവർ മുട്ട ഇടുന്നത്. 12 മുട്ടയുണ്ട്. കളിക്കണ കാര്യമാണ്. നാടൻ മുട്ട ഒരു മുട്ടക്ക് 15 രൂപ മിനിമം വിലയുണ്ട്. കോഴിമുട്ടക്ക്. താറാമുട്ടക്ക് 18 രൂപ വിലയുണ്ട്. കരിങ്കോഴിയുടെ മുട്ടയാണ് പോരാത്തൻ. കണ്ട 15-25 ഒക്കെ ഉണ്ട് പറയണ കാശ്. അവരെല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ എന്തോരം വേസ്റ്റുകൾ നമുക്ക് മറ്റുള്ളവർക്ക് ഉപദ്രവമുള്ള രീതിയിൽ ഭക്ഷണ വേസ്റ്റുകളൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ തന്നേക്കെന്നും പറഞ്ഞ് നിൽക്കുന്ന ചോറിൻ്റെ കറിയുടെ വേസ്റ്റ് എല്ലാം കഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഇവർ ഉണ്ട്. അപ്പോൾ നമ്മുടെ എനർജി പലതും നമുക്ക് പോസിറ്റീവാക്കി മാറ്റാനായിട്ട് പറ്റും. കൂന കൂടി മറ്റുള്ളവർക്കും നമുക്കും ദുർഗന്ധമുള്ള രീതിയിലാക്കുന്നതിനേക്കാൾ ഇങ്ങനെയുള്ളതുങ്ങളൊക്കെ വളർത്തുമ്പോൾ അത് നമുക്ക് 10 മടങ്ങ് സമ്പത്തായിട്ട് തിരിച്ച് കിട്ടും. ഇതിൻ്റെ ഇടയ്ക്ക് ഈ കോഴികളിട്ട നാടൻ മുട്ടയാണ് എടുത്തത്. ജാസച്ചായൻ കിച്ചണിൽ ഒരു 10 പേർക്കെങ്കിലും ഈ വീഡിയോ ഒരു പ്രേരണ തരുന്നുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. കാരണം ഇങ്ങനെ പറയും, ഉണ്ണാൻ കൊടുത്തില്ലെങ്കിൽ ഊട്ടുവരെ കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്ന്. ചെറിയ കോഴികളെ ശ്രേയസ് മേടിച്ചു കൊണ്ട് വന്നത്. അവനെ ഇവിടെ വഴക്ക് പറഞ്ഞ് മമ്മി കണ്ണ് പൊട്ടിച്ച് ഒച്ച ഉണ്ടാക്കി ഓർഡറാന്നൊക്കെ പറഞ്ഞ്. പക്ഷേ പതിയെ മമ്മിക്കായി ഇവരെ കൂടി ഭയങ്കര കൂട്ട്. പിന്നെ മമ്മിയുടെ സ്വകാര്യ സ്വത്തായി മാറി. മുട്ട കൊടുത്താൽ പിന്നെ ആർക്കാ വേണ്ടാത്ത. പെട്ടെന്ന് ഇവരെല്ലാം വളർന്ന് അതിലൊരെണ്ണം നെയ്മുറ്റിപ്പോയി കോഴി. ബാക്കിയെല്ലാം ഉണ്ട്. അപ്പോൾ നെയ്മുറ്റിയത് കരിങ്കോഴി അവന് തന്നെ വറുത്ത് കൊടുത്ത്. ഇവിടെ ശരിയാക്കാൻ ഭയങ്കര ഇതായിരുന്നു. എന്നിട്ട് കോഴിക്കടയിൽ കൊണ്ടുപോയി ശരിയാക്കി കൊണ്ടുവന്നു. താറാവുണ്ട് 2 പേര്. കള്ളന്മാരാണ്. ഇടയ്ക്ക് മുട്ട കിട്ടാതിരിക്കും. അഴിച്ചു വിട്ടുപോയാൽ അവന്മാർ പുറത്തിടും. കാക്കകൾ എടുത്തുകൊണ്ടോ അവർക്കും വേണ്ട എന്തെങ്കിലും ഭക്ഷണം. അപ്പോൾ ഇതാണ് ഇവരുടെയൊക്കെ ഒരു രീതി. ഇതുണ്ട മുട്ടയിടാൻ കയറാൻ വേണ്ടി പതുങ്ങിയിരിക്കണേ കിണറിൻ്റെ ഇടയ്ക്കുന്ന് പോയതുണ്ട്. അങ്ങനെ ഇതുണ്ട്. ഇതാ ഇവരുടെ സ്ഥലം. നമ്മുടെ അടുക്കളയുടെ ഇപ്പുറത്തൊരു 1/4 സെൻറ്റ് പോലും ഇല്ല. ആ സ്ഥലത്താണ് ഈ കൂട്ടിലാണ് ഇവരിങ്ങനെ വിരായിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു ശല്യം ഒരു വൃത്തികേടും ഇല്ല. ഇതുണ്ട്. ആ സ്ഥലത്താണ് ഇവർ വസിക്കുന്നത്.